ഓം 2014 27 നക്ഷത്രക്കാരുടെയും ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ 27 നക്ഷത്രങ്ങളെ 12 രാശികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 12 രാശികൾ എന്ന് പറയുന്ന ഓരോ രാശിയിലും 2.25 നക്ഷത്രം വരും. അപ്പോൾ ഒരു വർഷത്തെ ഫലങ്ങൾ ഏതാണ്ടൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. ജ്യോതിഷത്തിൽ പല കാര്യങ്ങളും ശരിയായി വരുന്നതായിട്ടാണ് അനുഭവസ്ഥർ പറയുന്നത്. പ്രത്യേകിച്ച് സയൻറ്റിഫിക് ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ളവർ പോലും ഇത് പലരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അനുഭവത്തിൽ അറിയാം, ഒരാളുടെ അഭിപ്രായം കേൾക്കാതെ സ്വന്തം അനുഭവത്തിൽ ഇത് ശരിയായി വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലാനിങ് ഒക്കെ വരുത്താൻ പറ്റും. എന്ന് മാത്രമല്ല പ്രാർത്ഥന കൊണ്ട് ടെമ്പിൾ റിച്വൽസ്, വർഷിപ്പ് സെൻറ്റർ, ഏത് മതത്തിലായാലും ഈ ആരാധനാലയത്തിലെ ആരാധനാക്രമങ്ങൾ കൊണ്ട് പല മാറ്റങ്ങളും വരുന്നതായിട്ട് കാണുന്നു. നമ്മുടെ ഒരു ഡിഫൻസ് ശക്തി, ഒരു പ്രതിരോധത്തിനുള്ള ശക്തി വർദ്ധിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് മന്ത്രസ്തോത്രാദികളുടെ ജപം കൊണ്ട് വളരെയധികം വ്യത്യാസം വരും. മന്ത്രങ്ങൾ എന്ന് പറയുന്നത് സൗണ്ട് കോമ്പിനേഷൻസ് ആണ്, അക്കോർഡിംഗ് ടു എ സ്പെസിഫിക് റിഥമിക് പാറ്റേൺ. താളനിബദ്ധമായിട്ടുള്ള ഒരു ശബ്ദങ്ങളുടെ ഒരു ക്രമീകരണമാണ് മന്ത്രം. പല മന്ത്രങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ സൂക്ഷ്മ ശരീരശക്തിയെ വർദ്ധിപ്പിക്കുന്നതായിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയും ഉണ്ടാകാം. അപ്പോൾ സ്തോത്രം ജപിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓറ, ഒരു വൈബ്രേഷൻ ഷീൽഡ് തന്നെ വരുന്നുണ്ട് നമ്മുടെ ബോഡിക്ക്. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഷീൽഡ് കൊണ്ട് തന്നെ നമ്മുടെ നെഗറ്റീവ് വൈബ്രേഷനെ മാറ്റി പോസിറ്റീവ് വൈബ്രേഷനായിട്ട് മാറ്റാൻ പറ്റും. ജപസമയത്ത് നട്ടെല്ല് നിവർന്നിരുന്ന് വേണം ജപിക്കാൻ. കഴിയുന്നതും കിഴക്ക് ദർശനമായിട്ട് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഏത് ദേവനെ അല്ലെങ്കിൽ ദേവിയാണ് നമ്മൾ മനസ്സുകൊണ്ട് ആരാധിക്കണം. മനസ്സുകൊണ്ട് ആ ദേവിയുടെ രൂപം, ദേവന്റെ രൂപം പൂർണ്ണമായി സങ്കല്പിക്കുക. ഓരോ അംഗത്തിലും ഈശ്വരാംശമുണ്ട് എന്നുള്ള സങ്കല്പത്തോടുകൂടി മുന്നോട്ട് പോവുക. വളരെ പ്രസന്നമായിട്ടുള്ള ഒരു മുഖഭാവത്തോടുകൂടി വേണം ജപിക്കാനിരിക്കുവാൻ. ആ പ്രസന്നമായിട്ടുള്ള മുഖഭാവം നമുക്ക് നിലനിർത്തുവാൻ കഴിയും. ആ ഒരു ശരീരഭാഷ, ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ബെറ്റർ ആവും. പൊതുവെ ജനറൽ പേഴ്സണാലിറ്റി ബെറ്റർമെൻറ്റിനും നമ്മുടെ ഈ ജപധ്യാനാദികൾ, സ്തോത്രമന്ത്രാദി ജപങ്ങൾ വളരെയധികം പ്രയോജനം വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 2014 എല്ലാ നക്ഷത്രക്കാരുടെയും രാശിക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രവചനമാണ് ഇവിടെ പറയുന്നത്. പരിഹാരങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. പരിഹാരങ്ങളുടെ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിഹാരങ്ങൾ അവരവർക്ക് ചേരുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും സ്വയം തിരഞ്ഞെടുക്കണം. എന്ന് മാത്രമല്ല ആരാധനാക്രമം എങ്ങനെ വേണം. ക്ഷേത്രത്തിൽ പോവുക എന്ന് പറയുന്നത്, ക്ഷേത്രത്തിൽ ഇത്രയും പേരുടെ കോൺസെൻട്രേഷൻ വരുമ്പോൾ ഒരു ഹ്യൂജ് എനർജി ക്വാണ്ടം അവിടെ വരും. വളരെയധികം ഒരു ഊർജം അവിടെ വരും ക്ഷേത്രത്തിൽ. ആ ഊർജത്തിലേക്ക് നമ്മുടെ ഊർജം കൊണ്ടൊന്ന് ട്യൂൺ ചെയ്യാൻ കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആസ് tuning into that energy quantum. A big quantum of energy is there. അപ്പോൾ ആ എനർജി ക്വാണ്ടത്തിലേക്ക് നമുക്കൊരു ട്യൂണിങ് ഇൻ പോസിബിൾ ആയി കഴിഞ്ഞാൽ what is not possible for us is possible through that force എന്നാണ്. പ്രധാനമായിട്ടും ജപധ്യാനാദികളിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വരുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇനി ആദ്യത്തെ രാശിയുടെ ഫലമാണ്. ആദ്യത്തെ രാശി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ഈ 3 നക്ഷത്രം, അതായത് 2.25 നക്ഷത്രത്തിൽ വരുന്നവരുടെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. പൊതുവെ മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ 2014 പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് രണ്ടാം ഭാഗത്തിൽ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലമായിരിക്കും അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗത്ത് ജനിച്ചവർക്ക് മെച്ചമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പഠിത്തത്തിൽ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്തു പോകുന്നതായിട്ട് അനുഭവപ്പെടാം. പ്രണയത്തിനൊക്കെ സാധ്യതയുള്ളൊരു കാലമായതുകൊണ്ട് സ്വയം ഒന്ന് നിയന്ത്രിക്കുക. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ പൊതുവെ വിവാഹ കാര്യങ്ങളിലും പ്രണയത്തിലുമൊക്കെ വരാമെന്നുള്ളത്
ഉള്ളതുകൊണ്ട് സ്വയം ഒരു നിയന്ത്രണം വളരെ നന്നായിരിക്കുമെന്നാണ് കാണുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സെക്കൻഡ് ഹാഫാണ് നല്ല. ജോലി അന്വേഷിക്കുന്നവർക്കും 2014 ജൂൺ മുതലുള്ള കാലമായിരിക്കും ഏറെ നല്ലത്. എന്നാലും പൊതുവെ മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വർഷം വരെ. കഴിഞ്ഞ വർഷം കുറച്ച് പണമൊക്കെ ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കാര്യമായിട്ട് കുറയ്ക്കുവാൻ ഈ വർഷം കഴിയും എന്നുള്ളതാണ് 2014 ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ജോലി ലഭിക്കുവാനും വിവാഹ സാധ്യതയുമുള്ള വർഷമാണ് 2014 എന്ന് മാത്രമല്ല, പൊതുവെ മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാനും 2014 കളമൊരുക്കുന്നുള്ളതാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഓഫ് 2014. അതാണ് മേടം രാശിയുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ഇനി രണ്ടാമത്തെ രാശി ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. അവർക്ക് മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ 2014 ആദ്യ ഭാഗത്ത് തന്നെ വരാനുള്ള യോഗമുണ്ട്. പൊതുവെ ജോലി അന്വേഷിക്കുന്നവർക്ക് 2014 ആദ്യ ഭാഗം തന്നെ ജോലി ലഭിക്കുവാനും അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ ഇവരെയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഗൃഹനിർമ്മാണത്തിനുള്ള യോഗം അല്ലെങ്കിൽ വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് നല്ല സമയമാണ് 2014. പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കുന്നത് കൊണ്ട് നല്ല വിവാഹ ബന്ധം തന്നെ വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പല നേട്ടങ്ങളും 2014 വരാനുള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ പരീക്ഷകളിൽ പൂർണ്ണമായിട്ടുള്ള വിജയം, അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ഇവ വന്നു ചേരുവാനുള്ള ഭാഗ്യവും 2014 കാണുന്നുണ്ട്. പുതിയ ബിസിനസ് പ്രോജക്ട്സ്, വിദേശബന്ധം, വിദേശയാത്ര ഇവയ്ക്കുള്ള യോഗവുമുണ്ട്. ഇനി ഇടവം രാശി കഴിഞ്ഞ് മിഥുനം രാശിയാണ്. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവർക്ക് 2014 ആദ്യ ഭാഗം അല്പം ഒരു സ്ലോ പേസിലായിരിക്കും, വളരെ സാവധാനമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുറച്ചൊരു തടസ്സമൊക്കെ ആദ്യ കാലങ്ങളിൽ ഉണ്ടാകാം. പക്ഷെ എന്നാൽ ജൂൺ മുതലുള്ള കാലം വളരെ നന്നായിരിക്കും. വളരെയധികം നേട്ടങ്ങൾ 2014 കഴിയുന്നതിന് മുമ്പ് മിഥുനം രാശിക്കാർക്ക് മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർക്ക് 2014 കഴിയുന്നതിന് മുമ്പ് തന്നെ നേട്ടങ്ങൾ വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. വിവാഹ കാര്യങ്ങൾക്കും സെക്കൻഡ് ഹാഫാണ് നല്ലത്. സെക്കൻഡ് ഹാഫിൽ നേട്ടങ്ങൾ വരും. നല്ല വിവാഹ ബന്ധം ലഭിക്കും. പ്രണയമൊക്കെ വിവാഹത്തിൽ എത്താനുള്ള ഒരു ഭാഗ്യമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി, വിദേശ ജോലി തന്നെ വരാനുള്ള ഭാഗ്യമൊക്കെ സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവും. മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവങ്ങളും വരാനുള്ള ഭാഗ്യം ഈ വർഷമുണ്ട്, 2014 എന്ന് പ്രത്യേകം അറിയാം. അതിനനുസരിച്ചുള്ള ഒരു പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2014 പൊതുവെ മെമ്മറബിൾ ആയിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. നേട്ടങ്ങൾ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. അടുത്ത രാശി കർക്കിടകം രാശിയാണ്. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. ഈ 2.25 നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിൽ വരുന്നത്. കർക്കിടക രാശിയിലെ ഈ 3 2.25 നക്ഷത്രങ്ങൾക്ക് പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾ എന്തായാലും കുറയും. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇവരുടെ പല കാര്യങ്ങളിലും ആവർത്തിച്ച് തടസ്സം വരിക, അല്ലെങ്കിൽ വളരെയധികം ടെൻഷൻ കഴിഞ്ഞതിന് ശേഷമേ ഒരു കാര്യം സാധ്യമാകുകയുള്ളൂ. കഴിഞ്ഞ വർഷങ്ങൾ 2014 ഇവരുടെ പല ആഗ്രഹങ്ങളും സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ 2014 ആദ്യ മാസങ്ങളിൽ തന്നെ കാണാം. പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ കുറഞ്ഞ് തുടങ്ങുന്നതായിട്ടും പുതിയൊരു ഊർജ്ജസ്വലത, പുതിയൊരു എനർജി ലെവല് വന്നതായിട്ടും അനുഭവപ്പെടും. ഈ എനർജി ലെവലാണ് ഇവരെ ഈ വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. പൊതുവേ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കർക്കിടകം രാശിയിലുള്ളവർ. പെട്ടെന്ന് വിഷമവും ഡിപ്രഷനും ഒക്കെ വരിക, സാരമില്ല പിന്നെ ആകാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിവെക്കാനുള്ള ഒരു സാധ്യതയും ഇവരുടെ സ്വഭാവത്തിൽ കാണുന്ന ഒരു പ്രത്യേകത. അതൊന്നും പാടില്ല ഈ വർഷം. 2014 വളരെ എനർജറ്റിക് ആയിട്ട് ബോൾഡായിട്ട് മുന്നോട്ട് പോവുക. പല നേട്ടങ്ങളും വരും, പല മാറ്റങ്ങളും വരും. ജോലിയിൽ അനുകൂലമായിട്ടുള്ള ഒരു ഭാവം, ബെറ്റർ ജോബ് പ്രോസ്പെക്ട്സ് വരാം, മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ അതോറിറ്റി ഉള്ള ഒരു പ്ലേസ്മെന്റിലേക്ക് വരാനോ ഒക്കെയുള്ള ഭാഗ്യം 2014 എന്നുള്ളതിന് സംശയം വേണ്ട. സെക്കൻഡ് ഹാഫിൽ 2014 കഴിയുന്നതിന് മുമ്പ് they will find themselves in a very good position. നല്ലൊരു സ്ഥാനത്ത് തന്നെ 2014 കഴിയുന്നതിന് മുമ്പ് ഇവർക്ക് എത്താനുള്ള ഭാഗ്യം ഉണ്ടാവും. വളരെ സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങളും സെക്കൻഡ് ഹാഫിൽ വരാം. മനസ്സിന് പൊതുവെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാനുള്ള ഭാഗ്യം ഈ വർഷം കാണുന്നുണ്ട്. ഈ രാശിയിൽ ജനിച്ചവർ പൊതുവെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ജാതക പൊരുത്തവും ഒക്കെ വളരെ നന്നായി നോക്കിയതിന് ശേഷം മാത്രമേ
വിവാഹ തീരുമാനത്തിൽ എത്താവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രാശിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണ്? ബിസിനസ്സിന് ഈ രാശിക്കാർക്ക് രണ്ടാമതൊരു ചിന്ത വേണം. പൊതുവെ കാര്യങ്ങളിൽ ഒരു തടസ്സം വരുന്നതിൻ്റെ കാര്യം കണ്ടകശനി കാലം കൂടി ഉള്ളതുകൊണ്ടാണ്. അതിപ്പോൾ അങ്ങോട്ട് പഞ്ചമശനിയിലേക്ക് മാറുകയാണ്. ഈ വർഷം നേട്ടങ്ങൾ ഉണ്ടായാലും ഈ അകാരണമായിട്ട് ചെറിയൊരു ഫിയർ, അതായത് ഒരു ചെറിയൊരു ഭയമോ അതൊക്കെ ഉണ്ടായ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടാവും. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ സമയത്താണ് എനർജിയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലം. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും ഈ ആവശ്യമുണ്ട്. ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും പല കാര്യങ്ങളിലും ചെറിയൊരു താല്പര്യക്കുറവോ പഠന കാര്യങ്ങൾ അല്പം ഒന്ന് ലാഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിദേശ ബന്ധം വരാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ 2014 പ്രതീക്ഷിക്കാം മുൻകാലങ്ങളെ അപേക്ഷിച്ച്. ഇനി അഞ്ചാമത്തെ രാശി ചിങ്ങം രാശി എന്ന് പറയും. മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗമാണ്. ഈ 2.25 നക്ഷത്രമാണ് വരുന്നത്. അവർക്ക് 2014 ആദ്യ ഭാഗമാണ് നല്ലത്. 2014 ആദ്യ ഭാഗത്ത് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ, പൊതുവെ ഹൈലി പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സഹായമൊക്കെ പെട്ടെന്ന് വന്ന് നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. പൊതുവെ നമ്മളോടൊരു എനിമിറ്റിയോ അല്ലെങ്കിൽ ഒരു അകൽച്ചയോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അകൽച്ചയൊക്കെ 2014 ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറയും. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് ചിലപ്പോൾ നമ്മുടെ ഒരു ഉയർച്ചയിലേക്ക് വഴി തെളിക്കാനുള്ള ഭാഗ്യമുണ്ട്. നല്ല ജോലി തന്നെ 2014 ഫസ്റ്റ് ഹാഫിൽ പ്രതീക്ഷിക്കുക. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ വരുന്ന ഒരു കാലമാണ്. പൊതുവെ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഈ വർഷം കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ദൈവാധീനം വരുത്തിക്കൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുക. ബിസിനസ്സിലുണ്ടായിരുന്ന ഒരു മാന്ദ്യമൊക്കെ കുറഞ്ഞ് ബിസിനസ്സും പ്രോസ്പെരിറ്റിയിലേക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടും. ഇതാണ് ചിങ്ങം രാശിക്കാരുടെ. പിന്നെ വരുന്ന കന്നിരാശിയാണ്. കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം, ഈ 2.25 നക്ഷത്രമാണ് അതിനകത്ത് വരുന്നത്. ഈ 2.25 നക്ഷത്രത്തിലുള്ളവർക്ക് സെക്കൻഡ് ഹാഫ് 2014 സെക്കൻഡ് ഹാഫാണ് ഏറെ നല്ലത്. ഒരു ജൂൺ ജൂലൈ മുതൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ആരംഭിച്ചു തുടങ്ങും. അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള റൈസ് ഉണ്ടാവും. സാമ്പത്തികമായിട്ട് മെച്ചമായിട്ടുള്ള പ്ലേസ്മെൻറ്റ്, പുതിയ വാഹനം, വീടിനുള്ള യോഗം, ഇതൊക്കെ 2014 പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് സംശയം വേണ്ട. അതിനു വേണ്ടിയുള്ള ഒരു പ്ലാനിങ്, ലോൺ ഫെസിലിറ്റീസ് ഒക്കെ ലഭിക്കും. അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട്. പ്രണയ സാധ്യതയൊക്കെ ഉള്ളൊരു കാലമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ ചെറുപ്രായത്തിലുള്ളവർ അവർ അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പഠന കാര്യങ്ങളിൽ അല്പം ഒരു അലസത, ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ആ കാര്യത്തിലും പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഒരു ഹാർഡ് വർക്കും ഒരു ട്യൂഷൻ, ഫാമിലി സപ്പോർട്ടും ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു സമയമാണ്. സാമ്പത്തികമായി ഏതായാലും 2014 കഴിയുന്നതിന് മുമ്പ് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള വളരെ നല്ല പ്രോഗ്രസ് ഉണ്ടാകും കന്നിരാശിക്കാർക്ക്. ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ഇനി അടുത്ത രാശിയിലേക്ക് പോകുമ്പോൾ തുലാം രാശിയാണ്. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. അവർക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ജന്മശനി കാലമൊക്കെയാണ്, എന്നാലൊരു മാറ്റം വരുന്നുണ്ട് ഈ വർഷം. ജന്മശനി കാലമായതുകൊണ്ട് കഴിഞ്ഞ വർഷം വളരെ വളരെ ഹാർഡ് വർക്കൊക്കെ നടത്തിയിട്ടും പലപ്പോഴും നമ്മൾ സാധിക്കുമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യം വീണ്ടും അങ്ങോട്ട് നീണ്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാം. പക്ഷെ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വർഷം പല നേട്ടങ്ങളും വരും തുലാം രാശിക്കാർക്ക്. അവർക്ക് ബിസിനസ്സിൽ പെട്ടെന്ന് പ്രോസ്പെക്ട്സും വിദേശ ബന്ധവും ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വാർട്ടേഴ്സിൽ നിന്ന്, പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് പോലും സഹായം വരാനുള്ള യോഗമുണ്ട്. ആഡംബരപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം 2014 വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. മധ്യത്തോടുകൂടി 2014 മധ്യത്തോടുകൂടി തന്നെ അനുഭവങ്ങൾ വന്നു തുടങ്ങും. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ല. എന്നാൽ യു ഹാവ് ടു തിങ്ക് ബിഫോർ യു ഗെറ്റ് മാരിഡ് എന്നുള്ളതാണ് ഈ സമയത്ത് തെറ്റായിട്ടുള്ള തീരുമാനം, അതായത് നമുക്ക് ചേരാത്ത വിവാഹ ബന്ധത്തിലേക്ക് ചെന്ന് ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു സെക്കൻഡ് തോട്ട് അത്യാവശ്യം വേണം. ഇതാണ് തുലാം രാശിക്കാർ. തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. അല്പം ഒരു ആശ്വാസം 2014 പ്രതീക്ഷിക്കുക ഈ രാശിക്കാർക്ക്. ഇനി വൃശ്ചികം രാശിയാണ്. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ രാശിക്കാർക്ക് സെക്കൻഡ് ഹാഫ് 2014 സെക്കൻഡ് ഹാഫ് ആയിരിക്കും കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ നൽകുക. ബിസിനസ് രംഗത്തുണ്ടായിരുന്ന ആ ഒരു സ്ലോനെസ് ഒക്കെ അങ്ങോട്ട് പോകും. ഒരു സ്ലോനെസ് അങ്ങോട്ട് പോയിട്ട് ബിസിനസ്സിൽ വളരെയധികം പ്രോസ്പെരിറ്റിയുടെ സൂചനകൾ 2014 ലാസ്റ്റ് പാർട്ടിൽ, അതായത് സെക്കൻഡ് പാർട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 2014 ഈ വൃശ്ചികം രാശിക്കാർക്ക് കാര്യമായിട്ടുള്ള പ്രോഗ്രസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം സെക്കൻഡ് ഹാഫിൽ വിവാഹ
സാധ്യതയുണ്ട്. കുറച്ചു കാലമായിട്ട് വിവാഹത്തിൽ തടസ്സം ഉണ്ടായിരുന്നവർക്ക് അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്ക് ഒക്കെ അത് വിവാഹത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ വർഷത്തിൻ്റെ അവസാന ഭാഗം 2014 ലാസ്റ്റ് പാർട്ട് വിദേശ ബന്ധവും വിദേശത്ത് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് പ്രത്യേകിച്ച് അറിയണം. പൊതുവെ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് ഈ വർഷം 2014 വൃശ്ചിക രാശിക്കാർക്ക്. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഇനി അടുത്ത രാശിയിലേക്ക് വരുമ്പോൾ ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗമാണ് ധനുരാശിയിൽ വരുന്നത്. അവർക്ക് കുറച്ചു കാലമായിട്ട് തടസ്സമാണ്. അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് ജ്യോത്സ്യനൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ അതൊന്നും അനുഭവത്തിൽ വരാത്തൊരവസ്ഥ പൊതുവെ ഈ രാശിക്കാർക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടാവും. അത് ജ്യോത്സ്യനെ കുറ്റം വന്നിട്ട് കാര്യമില്ല. വ്യാഴനൊക്കെ 7 വന്നു, അതൊക്കെ ശരിയാണ്. ശനി 11 നിൽക്കുന്നുണ്ട്, അതും ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ ആണെങ്കിലും ഈ മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം നക്ഷത്രത്തിൽ വരുന്നവർക്ക് കഴിഞ്ഞ വർഷം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ബെറ്റർമെൻറ്റ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അവർക്ക് ഈ വർഷം ബെറ്റർമെൻറ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ വർഷം ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രസ് ഇവർക്ക് പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങളിലെ തീരുമാനമാകും ഈ വർഷം ആദ്യത്തെ 3-4 മാസങ്ങളിനകത്ത് തന്നെ നല്ലൊരു വിവാഹബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ജോലിക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. വീടിനടുത്തേക്കൊക്കെ ട്രാൻസ്ഫറോ അനുകൂലമായിട്ടുള്ള പ്രൊമോഷനോ ഒക്കെ വരാം. നേരത്തെ ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് നീങ്ങുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പഠന കാര്യങ്ങൾ ഇപ്പോഴാണ് ശരിയാക്കേണ്ടത്. അലസതയൊക്കെ മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ചെറിയൊരു പരിശ്രമം മാത്രം മതി അലസതയൊക്കെ മാറ്റി എഡ്യൂക്കേഷണലായിട്ട് പ്രോഗ്രസ് വരും എന്നുള്ളതിൽ സംശയം വേണ്ട. അത് മൂലം, പുരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗത്തിലുള്ള ധനുരാശി ഫലമാണ് ഇതുവരെ പറഞ്ഞത്. ഇനി വരുന്ന മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുന്നത് ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ഇതാണ് മകരം രാശി. അവർക്ക് സാമ്പത്തികമായിട്ടൊരു വളരെ നേട്ടങ്ങൾ വരാൻ ഭാഗ്യമുള്ള ഒരു വർഷമാണ് 2014. പ്രത്യേകിച്ചും ജൂലൈ മുതലുള്ള കാലം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മാസങ്ങൾ, പ്രത്യേകിച്ച് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ അവർക്ക് ബിസിനസ്സിലായാലും സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. ഹൈ കോൺടാക്ട്സ് ഉള്ളവർക്ക് നേട്ടങ്ങൾ വരാം. ഉന്നത സ്ഥാനീയരിൽ നിന്ന് സഹായം, ഹെൽപ്പൊക്കെ പെട്ടെന്ന് വരാനും അതുകൊണ്ട് നമുക്ക് ഉയർച്ച വരാനുമുള്ള ഭാഗ്യമുണ്ട്. വിദേശ ജോലിക്ക് 2014 സെക്കൻഡ് ഹാഫ് വളരെ നല്ലതാണ്. വിവാഹത്തിന് സെക്കൻഡ് ഹാഫാണ് നല്ലത്. 2014 സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിൽ വിവാഹം നടക്കാനും പ്രണയം വിവാഹത്തിലെത്താനും കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുവാനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മെഡിക്കൽ എയ്ഡ് കൊണ്ട് വളരെ കാര്യമായിട്ടുള്ള ആശ്വാസം വന്നു ചേരാനുമുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. തടസ്സങ്ങൾ നീങ്ങും, നേട്ടങ്ങൾ വരും. അതാണ് ഇവരുടെ പ്രത്യേകത. വാഹനം വാങ്ങാനോ വീട് വയ്ക്കാനോ വസ്തു വാങ്ങാനോ ഫ്ലാറ്റൊക്കെ വാങ്ങാനോ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നേടാനുള്ള ഭാഗ്യവും 2014 അതിനുവേണ്ടി ശ്രമിക്കുക. ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം ഇവരുടെ കാര്യമാണ് ഇതുവരെയായിട്ടും പറഞ്ഞത്. ഇനി കുംഭം രാശി. കുംഭം രാശി എന്ന് പറഞ്ഞാൽ അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുലൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. അവർക്ക് നേട്ടങ്ങൾ 2014 ആദ്യ ഭാഗത്തായിരിക്കും കൂടുതൽ ലഭിക്കുക. അവർക്ക് ലോണൊക്കെ പെട്ടെന്ന് തരപ്പെടും. പുതിയ വാഹനം വരാനുള്ള ഭാഗ്യമുണ്ട്. വീട് പണി അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വാങ്ങാനുള്ള തീരുമാനങ്ങൾ എടുക്കും. പ്ലാനിങ്ങിന് പറ്റിയൊരു സമയമാണ്. നേട്ടങ്ങൾ വരാനുള്ള യോഗം പ്രത്യേകിച്ച് കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുകൊണ്ട് നേട്ടങ്ങൾ മാത്രമല്ല, പൊതുവെ ഭാവിയിലേക്കുള്ള ഒരു പ്ലാനിങ്ങിലുള്ള സൂചനകൾ, ഭാവിയിലെ നേട്ടങ്ങൾ, അതായത് 2015 അങ്ങനെയുള്ള കാലത്ത് നേട്ടങ്ങൾ വരാനുള്ള സൂചന 2014 വളരെ വ്യക്തമായി കാണിക്കും. ഇവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയം 2014 ഫസ്റ്റ് ഹാഫാണ്. അതായത് ജൂൺ വരെയുള്ള കാലമായിരിക്കും ഈ കുംഭം രാശിക്കാർക്ക് നേട്ടങ്ങൾ വരുത്തുക. അതായത് അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുലൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർക്ക് 2014 ഫസ്റ്റ് ഹാഫ് നേട്ടങ്ങൾ നൽകും. പാർട്ട്ണർഷിപ്പിലൂടെയൊക്കെ നേട്ടങ്ങൾ വരാൻ, ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് കച്ചവടമൊക്കെ കുറച്ചുകൂടെ വിപുലീകരിച്ച് നല്ലൊരു സ്ഥിതിയിലേക്ക് വരാനുള്ള ഭാഗ്യവും കുടുംബത്തിൽ മംഗള കർമ്മങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുംഭം രാശി കഴിഞ്ഞാൽ പിന്നെ മീനം രാശിയാണ് വരുന്നത്. പുലൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഈ 2.25 നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. അവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലമാണ് 2014 എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജൂലൈ മാസം
മുതൽ. ജൂലൈ മാസം മുതൽ ഈ തടസ്സങ്ങൾ കഴിഞ്ഞ് കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ക്രമേണ അങ്ങോട്ട് നീങ്ങുന്ന അനുഭവം വളരെ വ്യക്തമായിട്ട് വന്നു തുടങ്ങും. ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഉയർച്ചയുണ്ടാകും. ബിസിനസ്സിലെ ഒരു തടസ്സവും അതിനകത്ത് വന്നിരുന്ന സർക്കാരിനെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും ഒക്കെ ഉണ്ടായിരുന്ന പ്രയാസങ്ങളും ഒക്കെ അങ്ങോട്ട് മാറുന്നുള്ളതാണ് 2014 ഒരു പ്രത്യേകത. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ വർഷം, അത് വിഷമിക്കേണ്ട കാര്യമില്ല. സാമ്പത്തികമായിട്ട് മെച്ചമാകാനുള്ള ഭാഗ്യവും നല്ല ജോലി MNC ജോബൊക്കെ വന്നു കയറാനുള്ള ഭാഗ്യമുണ്ട്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് നേടാനുള്ള യോഗമുണ്ട്. അതിലൂടെ ഒരു സബ്സ്റ്റാൻഷ്യൽ പൊസിഷൻ വന്നു ചേരുവാനും പൊതുവെ സോഷ്യൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഫാമിലി റെക്കഗ്നിഷൻ ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും 2014 കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. പൊതുവെ നേട്ടങ്ങളാണ് 2014 കാണുന്ന. അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷവും സമാധാനവും വരും. പ്രണയിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ 2014 എന്നാൽ അതൊക്കെ അങ്ങോട്ട് നീക്കി പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികളെ കോൺസെൻട്രേറ്റ് ചെയ്യണം. പൊതുവെ ഇലക്ട്രോണിക് ഡിപ്പെൻഡൻസി മാറ്റേണ്ട ഒരു സമയമാണ് 2014. കാരണം ഉയർച്ചയുടെ സൂചനകൾ വളരെ വ്യക്തമായിട്ട് 2014 കാണിക്കുന്നു എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. വിജയം 2014 വരും. ഈ 2014 27 നക്ഷത്രക്കാരുടെ, അത് 12 രാശിക്കാരുടെ പൊതുവെയുള്ള ഫലങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പ്രാർത്ഥന കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രൈവറ്റാണ്, ഇൻഡിവിജ്വലാണ്. അവിടെ പ്രാർത്ഥന കൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മൾ പ്രതികൂലമായിട്ടുള്ള അനുകൂലമല്ലാത്ത ഭാവങ്ങളിലെ വൈബ്രേഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതിൽ സംശയം വേണ്ട. നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിനും യാതൊരു സംശയവും വേണ്ട. പ്രാർത്ഥന കൊണ്ട് അതിൽ ക്ഷേത്രാചാരങ്ങൾ, ആരാധനാലയത്തിൽ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ നിൽക്കണം എന്നുള്ളതാണ്. ദേവചൈതന്യം, പോസിറ്റീവ് വൈബ്രേഷൻസ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക്, നമ്മുടെ ഔട്ടർ ഓറ എന്നൊക്കെ പറയും, അതിലേക്ക് വരാനായിട്ട് അല്പസമയം എടുക്കും. 1 മണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങൾ ശരീരത്തിനുള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് അങ്ങോട്ട് വരുത്തുക എന്നുള്ളതാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതായിട്ട് നമ്മൾ അങ്ങോട്ട് സങ്കല്പിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഇത് ഓട്ടോ സജഷനും മുകളിലുള്ള ഒരു തലമാണ്. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് എക്സ്റ്റേണൽ ഹെൽപ്പ് ഓൾസോ. നമ്മൾ പുറത്തു നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ക്ഷേത്രത്തിൽ ആ ചൈതന്യ പ്രവാഹം നമ്മളെ അതിന് സഹായിക്കുന്നുള്ളതാണ്. അതോടുകൂടി നെഗറ്റീവ് വൈബ്രേഷൻസ് അങ്ങോട്ട് മാറി പോസിറ്റീവ് വൈബ്രേഷൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് വരും. തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് ഫ്ലൈ ചെയ്യും, അങ്ങ് പറന്നങ്ങ് പോകുന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നും ഊർജ്ജസ്വലത വളരെയധികം വർദ്ധിക്കും. നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് ഉയരും. പ്രാർത്ഥന കൊണ്ട്, പ്രത്യേകിച്ച് ആരാധനാലയങ്ങളിലെ പ്രാർത്ഥന കൊണ്ട് അവിടെ 1 മണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നട്ടെല്ല് നിവർന്നിരുന്ന് വേണം പ്രാർത്ഥന ഇരിക്കാം, നിൽക്കാം. നട്ടെല്ല് നിവർന്നിരുന്ന് മുഖം പ്രസന്നമായിരിക്കണം. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫേസോട് കൂടി വേണം ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ ശരീരം മുഴുവൻ ഈശ്വര സങ്കല്പം നിറയുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. വിജയം സുനിശ്ചിതം എന്ന് പ്രത്യേകിച്ച് അറിയുക. 2014 എല്ലാവർക്കും നല്ല ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഏറെ മനസ്സമാധാനവും വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.